സുഖപ്പെടുത്തു എന്നൊക്കെ പറഞ്ഞ് പിറുത്ത് നടക്കുന്നവർ. ശരിക്കു പറഞ്ഞാൽ ഈ സുഖമില്ലായ്മ ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ്. അതായത് ദുഷ്ടചിന്തയോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളെ എപ്പോഴും ദുരിതങ്ങളും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മറിച്ച് നല്ല ചിന്തയോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ഒരാളെ എപ്പോഴും ആഹ്ലാദം അനുഗമിക്കും. വേണ്ടതുപോലെ മേൽക്കൂര മേയാത്ത വീടിനുള്ളിൽ മഴവെള്ളം വീഴുന്നത് പോലെ സുരക്ഷിതമല്ലാത്ത മനസ്സിലും നല്ലല്ലാത്ത ചിന്തകൾ വന്നുകൂടി നമ്മളെ മോശമാക്കും. അതുകൊണ്ട് അപ്രിയ വസ്തുക്കളെയും അപ്രിയ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത്, ജീവിതം കളയരുത്. നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സന്തോഷവും നമ്മൾ തേടിയെത്തും. ഇതിന് ഒരൊറ്റ എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം. ഹലോ ജോയ ലൂക്കാസ്, ഡെയിലി കേൾക്കുക. സ്വാഗതം. നിങ്ങളുടെ ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോയ ലൂക്കാസ് വേൾഡ് ഫേവറേറ്റ്. അമരാണ് പേര്. ഹലോ അമലക്കുട്ടി, എന്താ എന്താ ചെയ്യുന്ന അമലക്കുട്ടി? ഞാനിവിടെ ആട്ടിൻകുട്ടിയുടെ കൂടെ കളിക്കുന്നു. അമലക്കുട്ടിക്കുണ്ടൊരു ആട്ടിൻകുട്ടി കുഞ്ഞാട് അല്ലേ? മേനിക്കൊഴുത്തൊരു കുഞ്ഞാട്. നല്ല കുഞ്ഞാടാണോ? അപ്പൊ അമലക്കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡ്. തേർഡ് സ്റ്റാൻഡേർഡ്. ഏത് സ്കൂൾ? സെന്റ് മേരീസ് എൽ.പി. സ്കൂൾ, കേൾക്കോട്ട. എനിക്ക് വയ്യ. അമലക്കുട്ടിയുടെ ടീച്ചറിന്റെ പേരെന്താ? മാമിന്റെ പേര്? പ്രസന്ന. നല്ല മിസാ? അതെ. ആ വയസ്സാണോ നല്ലത്? ആ ചേച്ചിയാണോ നല്ലത്? ആശിഷ്. ചക്കര പഞ്ചാരം കിട്ടിയാ? കിട്ടി. ഓക്കെ. അമലക്കുട്ടിക്ക് ഏത് പാട്ടാ വേണ്ടത്? അവളുടെ രാവുകൾ എന്ന ഇതില് ഉണ്ണിയാരാര്. നല്ല പടത്തിന്റെ പേരാ പറഞ്ഞത് കേട്ടോ അമലക്കുട്ടി. ആ പാട്ട് അറിയോ മോൾക്ക്? പാടിക്കേടാ. ഉണ്ണിയാരാരിരു തങ്കമാരാരിരു എന്റെ തിഞ്ചോമന പൂങ്കുരുന്നാരാരിരു കച്ചി പൊന്നിൻ കിനാവിന്റെ പൂമഞ്ചലിൽ ഏഴു ലോകങ്ങളും കണ്ടുവാ. കൊള്ളാൻ വേണ്ട അമലക്കുട്ടി. ആളൊരു സുന്ദരിക്കുട്ടിയാണ്, മിടുക്കിക്കുട്ടിയാണ്. എനിക്ക് വയ്യ സത്യം പറഞ്ഞ അമലക്കുട്ടീനെ കാണാൻ തോന്നുന്നു കേട്ടോ ചേച്ചിക്ക്. എനിക്ക് ചേച്ചിയും കാണാൻ തോന്നുന്നുണ്ട്. അയ്യോടാ. അപ്പൊ ഒരു ദിവസം വരണം കേട്ടോ. സ്കൂളൊക്കെ അടച്ചിട്ട് അമ്മയും കൂട്ടിയിട്ട് ജോയ ലൂക്കാസ് വെഡിങ് സെന്ററിലൊക്കെ വരണം കേട്ടോ. അപ്പൊ ആ ചേച്ചിയെ കാണണമെന്ന് പറയാം അവിടുത്തെ ആൾക്കാരോട്. അപ്പൊ അവര് കാണിച്ചു തരും ആ ചേച്ചി. അപ്പൊ അമലക്കുട്ടീനെ ആ ചേച്ചിക്കും കാണാം, ചേച്ചിയെ മോൾക്കും കാണാം. ചേച്ചിയുടെ പടം ഒരു പ്രാവശ്യം ഏതൊരു പുസ്തകത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആണോടാ? എന്നിട്ട് കണ്ടോ? എങ്ങനെ കൊള്ളാവോ ചേച്ചി? ഇപ്പൊ അതിന് സുന്ദരിയായിട്ടുണ്ട്. ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഭയങ്കര സൗന്ദര്യം വെച്ചിരിക്കപ്പോ. ഓക്കെ, മോൾക്ക് ഈ പാട്ട് ഞാൻ വെച്ചു തരാം കേട്ടോ. അപ്പൊ ഒരിക്കൽ പഞ്ചാരമ്മ കേട്ടിട്ടുണ്ട് കുറെ. ഹലോ ജോയ ലൂക്കാസ് പ്രോഗ്രാം ചെയ്യുന്നത് നിങ്ങളാണല്ലേ? ഞാൻ ചെയ്യും, ക്രെഡിറ്റെടുക്കും. അതാണോ ക്രെഡിറ്റ് എടുക്കുന്നത്? എല്ലാരും പറയും ഈ പ്രോഗ്രാമാണ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടാ അതിനെ പറ്റി ഒരാള് പറഞ്ഞത് നമ്മുടെ ഈ കണ്ടാന്നൊരു സാധനം അത് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോ അത് ഫുൾ ടൈം പറഞ്ഞോണ്ടിരിക്കും? ഇല്ല, ഞാൻ പുതിയത്. ശരി, ആരംഭിക്കാം. എന്റെ ആദ്യത്തെ ഞാൻ ആലോചിക്കുക. അപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഈ പ്രോഗ്രാമിന്റെ സംഭവം പറഞ്ഞപ്പോഴാണ് ഒരാൾ പറയുന്നത്, നിങ്ങൾ ശരിക്കും പറഞ്ഞ ശരിയല്ല ആൾക്കാർ. ഞാൻ പറഞ്ഞ എന്താ, പോസ്റ്റ്മാൻ പോയിട്ട് ഒരു പെണ്ണോട് പറയുന്നത് എത്താന്ന് പറഞ്ഞിട്ട് പോസ്റ്റ്മാൻ കൊണ്ടു കൊടുക്കും. എനിക്കത് പോസ്റ്റ്മാന്റെ കത്തല്ലേ, വേറൊരാളുടെ കത്തല്ലേ. അപ്പൊ അതുപോലെ ആണ് നിങ്ങളുടെ കഥ. വേറെ ഒരുപാട് ആള് എഴുതി അയക്കുന്ന നല്ല നല്ല സ്ക്രിപ്റ്റുകൾ നിങ്ങൾ വായിച്ചിട്ട് ഞങ്ങളുടെ പരിപാടി ഗംഭീര പരിപാടിയാണെന്ന് പറഞ്ഞൊക്കെയാണ്. അപ്പൊ അത് ഒരു പോസ്റ്റ്മാൻ മറ്റേ ഭർത്താവിന്റെ കത്ത് കൊണ്ടുപോയിട്ട് ഭാര്യയ്ക്ക് കൊണ്ടു കൊടുക്കുമ്പോ പറയും ഇതാ എന്റെ ഒരു കത്ത് എന്ന് പറയുന്ന പോലെയാണ് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കുറ്റപ്പെടുത്തി. ഒരാളെ മാത്രം എന്നെ പറഞ്ഞില്ല. എന്റെ ആദ്യത്തെ കത്ത് ആലുവ UC കോളേജിലെ കലാലയ കാല ജീവിതത്തെ കുറിച്ചായിരുന്നു. ഒരു കൊല്ലം മുൻപായിരുന്നു അത്. ആഴ്ചയും ബാലേട്ടനും മനോഹരമായി അവതരിപ്പിച്ച് കേട്ടത്. സന്തോഷമുണ്ട്. ഈ കത്ത് എന്റെ ഒരു വായന അനുഭവത്തെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാം എന്ന് കരുതിയാണ് ഞാൻ എഴുതുന്നത്. PK നാരായണൻ എന്ന അധ്യാപകൻ
തന്റെ അധ്യാപക ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളെ ഈ താളുകളിൽ പകർത്തുകയാണ്. മനസ്സിലായില്ലേ? മനസ്സിലായി. 1978 നവംബർ മാസം ഇടുക്കി ജില്ലയിലെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഭാഷാധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. കേരളത്തിന്റെയും പുൽത്തൈലത്തിന്റെയും ഹൃദയഹാരിയായ സുഗന്ധം അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്ന ഞാൻ മൊയ്പോത്തിനെ വർണ്ണരാജികൾ വാരി വിതറുന്ന വൈവിധ്യമാർന്ന ഡാലിയയും റോസാപ്പൂക്കും. ഇംഗ്ലീഷുകാർ അവിടെ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? ഇല്ല ഇല്ല പറയൂല, നമ്മൾ പറയൂല. കൊങ്ങിണിപ്പൂക്കളും കൊണ്ട് മനോഹരമാണ് അവിടെ നിന്ന്. എന്തിനും ഏതിനും ഭാഷാധ്യാപകരായ ഞങ്ങൾ 4 പേർ ബന്ധത്തിൽ അപ്പൻ എന്നറിയപ്പെടുന്ന സാറും യേശു സാറെന്ന് പുകൾപെറ്റ മുടിനീട്ടി വളർത്തിയ സാറും കൂട്ടത്തിൽ തന്റെ ഇടവും അജാബാഹുത്വവും കൊണ്ട് ശ്രദ്ധേയനായ ശിവൻ പറഞ്ഞാൽ വലിയ പ്രശ്നമാവും. അമ്പലങ്ങളിലെല്ലാം കഥാപ്രസംഗം നടത്തുന്ന ഗംഭീര പുരുഷ ശബ്ദത്തിന്റെ ഉടമയായി ഞാൻ നിർത്തി ശബ്ദത്തിന്റെ ഉടമയായിരുന്നു. ധിക്കാരിയും തന്റേടിയുമായിരുന്നു ശിവൻ. കുടിയേറ്റ കർഷകരുടെ മക്കളാണ് വിദ്യാർത്ഥികളിലധികം. പതിപോലെ വിനോദയാത്രാ പരിപാടിയുമായി ഞങ്ങൾ ഓടി നടക്കുന്നു. കുട്ടികളെ കൊണ്ടുപോയി സുരക്ഷിതമായി കൊണ്ടുവരേണ്ട ചുമതല 4 പേർ സംഘമായ ഞങ്ങളുടെ തലയിൽ തന്നെ. 45 വിദ്യാർത്ഥികളും 10 അധ്യാപകരുമായി ഞങ്ങൾ പുറപ്പെട്ടു. എറണാകുളമാണ് പ്രധാന ലക്ഷ്യം. കടലും തീവണ്ടിയും അമ്പര ചുംബികളായ കെട്ടിടങ്ങളുമെല്ലാം ഞങ്ങൾ ആസ്വദിച്ചു. ആദ്യമായി തീവണ്ടി കണ്ടപ്പോഴുണ്ടായ കുട്ടികളുടെ സന്തോഷം വർണ്ണനാതീതമായിരുന്നു. ആ ചേച്ചി 30ാമത്തെ വയസ്സിലെ തീവണ്ടി അറിയിട്ട് കണ്ടത്. കടൽ തീരത്ത് തിരമാലകൾ പറഞ്ഞില്ല കഴിഞ്ഞ ദിവസം. കടൽ തീരത്ത് തിരമാലകൾക്കൊപ്പം വിദ്യാർത്ഥികൾ തുള്ളിച്ചാടി. 48 വയസ്സ് ഫ്ലൈറ്റ് കണ്ട അത്യധികം കുസൃതികളായ ആൺകുട്ടികൾ അധ്യാപകരായ ഞങ്ങളുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു. അധ്യാപകർക്ക് എപ്പോഴും അങ്ങനെ ഒരു അംഗീകാരമുണ്ട്. കുട്ടികളെല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിലാണ്. പെൺകുട്ടികളുടെ ചുമതല 5 അധ്യാപികമാരിൽ. അതെ, പെൺകുട്ടി അനുമതിയും പാസും വാങ്ങി കപ്പൽ കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒരുങ്ങി. എല്ലാവരും കപ്പലിലെത്തി. കപ്പലിൽ കൂടെ പോയ പോലെ കേട്ടിട്ടുണ്ട്. അത് പണ്ട് കോഴിക്കോട് നിന്ന് പോയപ്പോ പറഞ്ഞതല്ലേ. എല്ലാം വിശാലമായും വിശദമായും കണ്ടും അറിഞ്ഞും പുതിയ ലോകത്തെത്തിയ അനുഭൂതിയിൽ ആഘാതത്തിന്റെ കൊടുമുടിയിൽ എന്താപത്തും അവിചാരം അത് ഇനി ഒരിക്കലും അവസരം കിട്ടുമ്പോ എന്താപത്തും അവിചാരിതമായ സംഭവിക്കുന്നത്. ചിലതൊക്കെ എന്നാ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ. വളരെ കൃത്യമായി പേര് വിളിച്ച് ആരെ രേഖപ്പെടുത്തി ഞങ്ങൾ കുട്ടികളെ കപ്പലിന് വെളിയിലേക്ക്. അത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ബസ് ഇറങ്ങുമ്പോ കയറുമ്പോ അവസാനം നാട്ടിലെത്തുമ്പോ ഒരാൾ കുറവുണ്ടാവും. ഷോക്കേറ്റതുപോലെ ഞങ്ങൾ ധരിച്ചു. ഷോക്കേറ്റ പിന്നെ ഡാൻസ് കളിക്കാൻ പറ്റും. കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ കാണാനില്ല. കപ്പലിൽ എത്ര കപ്പലിൽ എത്ര മുറികൾ, എത്ര വാതിലുകൾ, എങ്ങനെ കണ്ടെത്താൻ? ഒരാൾ കുറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചെങ്ങനെ സ്കൂളിലെത്തും? രക്ഷിതാക്കളെ എങ്ങനെ അഭിമുഖീകരിക്കും? പിന്നെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഓരോ വാക്കായിരിക്കും. തിരി കർത്തവ്യതാ മോഡലായി ഞങ്ങൾ അധ്യാപകർ. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ കൂടിൽ നിൽക്കുന്ന അധ്യാപകരൊന്ന് കാണണമായിരുന്നു. തിരി കർത്തവ്യതാ മോഡലായി ഞങ്ങൾ അധ്യാപകർ. കൊടുന്നതിനെ അരയിലെ കത്തി വലിച്ചൂരി ശിവൻ സാർ കപ്പൽ ജോലിക്കാർ കപ്പൽ ജോലിക്കാരന്റെ കഴുത്തിൽ വെച്ചുകൊണ്ട് അവർ വിളിച്ചു. എവിടെ എന്റെ കുട്ടി? ഒരു നിമിഷം കോഴിക്കോട് ആരാ കൊണ്ടുപോകുന്നത്? ഒരു നിമിഷം പകച്ചുപോയ കപ്പൽ ജോലിക്കാരൻ വാതിൽ തുറന്നു. പേടിച്ച അബോധാവസ്ഥയിലായ കുട്ടി ഞങ്ങളുടെ കൈകളിലേക്ക് വന്നു വധിച്ചു. ജീവൻ വീണ്ടും കിട്ടിയ ഞങ്ങൾ അപ്പോഴാണ് ശരിക്കും വിശ്വസിച്ചത്. ശിവൻ സാർ കൂടെയില്ലായിരുന്നുവെങ്കിൽ ഞാനടക്കമുള്ളവർ അധ്യാപകരായി ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പൊ എങ്ങനെയുള്ള സിദ്ധാർത്ഥന്മാരുള്ളത് കൊണ്ടാണ് ജീവിക്കുന്നത്. ധിക്കാരവും തന്റേടവും ചിലപ്പോഴൊക്കെ പ്രയോജനകരമായി മാറാറുണ്ട്. ശരതേ, ബാലകൃഷ്ണനെ കുറ്റം പറയല്ലേ. അതിനുശേഷം കപ്പൽ കാണുമ്പോൾ ഒരു അസ്വസ്ഥ കൂട്ടാം. നമ്മൾ ഉദ്ദേശിച്ച അതേ സംഭവം. ഈ അധ്യാപകൻ 2005 കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ചു. പ്രസ്തുത സംഭവത്തെ പറ്റിയുള്ള എന്റെ ചില നിഗമനങ്ങൾ ഇവിടെ കുറിക്കുന്നു. ഇവിടെ കപ്പൽ ജോലിക്കാരൻ കുറ്റവാളി തന്റെ കൃത്യനിർവഹണത്തിനുള്ള സാഹചര്യം തനിക്ക് അനുകൂലം, കോടതിയിൽ പറയേണ്ടത് നമ്മളോട് പറയുക, സാഹചര്യം തനിക്ക് അനുകൂലമാവാനായി കാത്തിരിക്കുകയായിരുന്നു.
ഓക്കെ. മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന ഏത് കൃത്യത്തിലും അത് ചെയ്യുന്നയാളുടെ സാന്നിധ്യം ഏത് സാഹചര്യത്തിലായാലും ആ കൃത്യനിർവഹണം പൂർത്തിയാകുന്നത് വരെ ഉണ്ടായിരിക്കും. നമ്പർ 1. നമ്പർ 2, ശിവൻ സാറിന്റെ പെട്ടെന്നുള്ള പ്രതികരണം. ഇംഗ്ലീഷിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, കുറ്റവാളിക്ക് ആലോചിക്കാനുള്ള നിമിഷം പോലും നൽകിയില്ല. അത് വായിക്കുന്നില്ല ഞാനിതില്ല. കുറ്റവാളിക്ക് ആലോചിക്കാനുള്ള നിമിഷം പോലും നൽകിയില്ല, മാത്രമല്ല പതറിപ്പോവുകയും ചെയ്തു. ഇവിടെ ശിവൻ സാർ കത്തിയെടുക്കണമെന്ന് തന്നെയില്ല. അയാളുടെ കഴുത്തിൽ പ്രാണി വേണ്ടി പിടയുന്ന വിധത്തിൽ പിടി ശരിക്കൊന്ന് മുറുക്കിയാലും മതി. നമ്പർ 3, ഏതൊരു കുറ്റവാളിയും തന്റെ കൃത്യം നിർവഹിക്കുവാനുള്ള ഉദ്യമത്തിനിടയിൽ അപ്രതീക്ഷിതമായി സ്വന്തം ജീവന് തന്നെ അപകടമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടായാൽ അത് ഏത് സാഹചര്യത്തിലായാലും സ്വന്തം ജീവൻ രക്ഷിക്കാനേ ആദ്യം ശ്രമിക്കൂ. നമ്പർ 4, എന്തെന്നുണ്ട്, ശിവൻ സാറിനെ പോലുള്ള മനസ്സാന്നിധ്യമുള്ള വ്യക്തിയുടെ പെരുമാറ്റം അപകടം മണത്തറിഞ്ഞ നിമിഷം തന്നെ പ്രവർത്തിച്ചു കഴിഞ്ഞിരിക്കും. അത് മറ്റുള്ളവർക്ക് നോക്കി നിൽക്കാൻ സാധിക്കും. അവരുടെ അങ്ങനെയുള്ള പെരുമാറ്റം അവർക്ക് സ്വാഭാവികവും നാച്ചുറലുമാണ്. ഇത് രണ്ടാണ്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. എന്താ അവിടെ ഉണ്ടോ ശരീരം ഉണർന്നിക്കുന്ന അവസ്ഥ 24/7. മാനസികമായി മനഃപൂർവ്വം അഥവാ ബോധപൂർവം ശ്രമിച്ചാലേ ഉണ്ടാകൂ. 2011 എത്തി നിൽക്കുന്ന ഇന്നത്തെ അധ്യാപക സമൂഹത്തിൽ മനസാന്നിധ്യത്തോടെ സ്വന്തം പ്രൊഫഷനെ കൊണ്ടുപോകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകർ എത്രയും ഉണ്ടാകും. ചില ആളുകളൊക്കെ അത് മതിയാക്കി വേറെ പണിക്ക് പോയി. സൗമ്യക്ക് സംഭവിച്ചത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയുന്നത്. സൗമ്യക്ക് സംഭവിച്ചത് പാലക്കാട് ട്രെയിൻ ട്രാജഡി ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ ഭൂരിഭാഗം പെൺകുട്ടികളും കുറച്ചെങ്കിലും തന്റെ ഇടമുണ്ടെങ്കിൽ ഫാഷൻ ഷോയ്ക്കും ഫാഷൻ പരേഡിനും വേണ്ടി സ്ലിം ആകാൻ പട്ടിണി കിടക്കുന്ന ബ്രാക്കറ്റിലുണ്ട്. പണവും സമയവും വേസ്റ്റ് ആക്കുന്നതിന് പകരം സെൽഫ് ഡിഫൻസിനും പ്രതിസന്ധി ഘട്ടങ്ങളെ തന്റെ ഇടത്തോടെ നേരിടുന്നതിനും വേണ്ടി ചെലവഴിക്കാൻ മാർഷൽ ആർട്സ് ആയോധന കലകൾ അഭ്യസിക്കുന്നത് വളരെ നന്നായിരിക്കും. സ്വയം രക്ഷപ്പെടാനും സഹജീവികളെ രക്ഷപ്പെടുത്താനും സാധിക്കും. എത്ര ദുർബലമായ മനസ്സുള്ളവരും ആയോധന കലകൾ അഭ്യസിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ ആക്കിയാൽ മനഃശക്തിയും സ്വഭാവത്തിന് നൈർമല്യവും ദൃഢതയും കൈവരും. അത് നാച്ചുറലായി സംഭവിക്കുന്ന കാര്യമാണ്. സ്നേഹപൂർവ്വം നിർത്തട്ടെ. ലോക സംസ്ഥാന സുഖിനോഭാവം സസ്നേഹം പേര് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ കാരണം അദ്ദേഹം ആഘോഷം